കേരളത്തിലെ സർവകലാശാലകളിൽ പൊതുവെയും ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിൽ പ്രത്യേകിച്ചുമുള്ള വൈസ് ചാൻസലർ നിയമനം വളരെ സങ്കീർണമായിരിക്കുന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളത്തിലെ 14 സർവകലാശാലകളിൽ 2 ഒഴിച്ചുള്ളിടത്ത് പൂർണ്ണ സമയ വൈസ് ചാൻസലർമാർ ഇല്ലാതിരിക്കുന്നത്. അതുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധികൾ വിവരിക്കുന്നതിനൊക്കെ അപ്പുറമാണ്. സർവകലാശാലകളുടെ ഭരണം ആകെ സ്തംഭിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാലും അതിശയോക്തിയില്ല. കോടിക്കണക്കിന് രൂപ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കാനുള്ള സഹായങ്ങളൊന്നും തന്നെ തക്ക സമയത്ത് ലഭിക്കുന്നതിനുള്ള നടപടികൾ എടുക്കുവാൻ ഉത്തരവാദപ്പെട്ട അധികാരികളില്ല എന്നത് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ സർവകലാശാലയുടെ ഗവേഷണ പ്രവർത്തനങ്ങൾ, അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ മന്ദീഭവിച്ചു കിടക്കുകയാണ്. അതുകൊണ്ടുണ്ടാകുന്ന നഷ്ടങ്ങൾ നമുക്കൊരിക്കലും പെട്ടെന്ന് വിലയിരുത്താവുന്നതിന് അപ്പുറമാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ബഹുമാന്യനായ മുഹമ്മദ് ആരിഫ് ഖാൻ കേരളത്തിന്റെ ഗവർണറായിരുന്നപ്പോൾ സർവകലാശാലയുമായി ഉണ്ടായ ചില അല്ലെങ്കിൽ സർക്കാരുമായിട്ടുണ്ടായ ചില ഏറ്റുമുട്ടലുകളാണ് ഈ സങ്കീർണതയ്ക്ക് തുടക്കമിട്ടത്. ഭരണഘടന പ്രകാരം, ചട്ടപ്രകാരം സ്വതന്ത്ര ഭരണാധികാരമുള്ള, തദ്ദേശ അധികാരമുള്ള സ്ഥാപനങ്ങളാണ് സർവകലാശാലകൾ. അത് യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ എന്ന് പറയുന്ന UGCയുടെ നിയന്ത്രണത്തിലാണ് അതിൻ്റെ അക്കാദമിക കാര്യങ്ങളൊക്കെയും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വയംഭരണ സ്ഥാപനം എന്ന രീതിയിൽ സർവകലാശാലകൾ രാജ്യത്തൊട്ടാകെ പ്രവർത്തിക്കുമ്പോൾ അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് അതാത് സ്ഥലങ്ങളിൽ ഭരണത്തിലിരിക്കുന്ന സർക്കാരുകൾ സർവകലാശാല ഭരണത്തിൽ ഇടപെടാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം സർക്കാരുകൾ എപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾ പ്രതിനിധാനം ചെയ്യുന്നതാണ്. എന്നാൽ സർവകലാശാലകളിൽ അങ്ങനെയുള്ള കക്ഷി രാഷ്ട്രീയ പ്രതിനിധികളല്ല വേണ്ടത്. അക്കാദമികമായി ഉയർന്ന നിലവാരമുള്ള ആളുകളായിരിക്കണം അതിന്റെ ഭരണതലപ്പത്തുണ്ടാകേണ്ടത്. സർവകലാശാലകളുടെ പ്രവർത്തനം നിയന്ത്രിക്കേണ്ടത്, സർവകലാശാലയോട് ബന്ധപ്പെട്ടതായ കോളേജുകളുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കേണ്ടത് എന്നുള്ളത് ഒരു അംഗീകരിക്കപ്പെട്ട തത്വമാണ്. എന്നാൽ ബഹുമാനപ്പെട്ട മുഹമ്മദ് ആരിഫ് ഖാൻ ഇവിടെ ഗവർണറായിരുന്ന സമയത്താണ് വൈസ് ചാൻസലർ നിയമനത്തിൽ കേരളത്തിലെ പിണറായി സർക്കാർ ഇടപെടുന്നതിന്റെ ചില സൂചനകൾ കണ്ടു തുടങ്ങിയത്. അദ്ദേഹം അത് ഒരിക്കലും അംഗീകരിക്കുന്ന ഒരു ഗവർണർ ആയിരുന്നില്ല. ഗവർണർ എന്ന രീതിയിലല്ല, അദ്ദേഹത്തിൽ നിക്ഷിപ്തമായ ചട്ടപ്രകാരം ചാൻസലർ എന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ കാര്യങ്ങളിലൊക്കെ ഇടപെട്ടത്. അപ്പോൾ ഈ ചാൻസലർ എന്നുള്ള പദവിയിൽ അദ്ദേഹം ഇടപെട്ട് വൈസ് ചാൻസലർ നിയമനങ്ങളിലൊക്കെ ചില വ്യവസ്ഥകൾ പാലിക്കണം എന്ന് കണ്ടപ്പോൾ പിണറായി സർക്കാരിന് അത് അസ്വസ്ഥത ഉണ്ടാക്കുകയും ഒരു ഘട്ടത്തിൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് നിയമസഭയിൽ പ്രമേയം കൊണ്ടുവന്ന് പാസാക്കി ചട്ടങ്ങൾ പരിഷ്കരിച്ച് നടപടികൾ എടുക്കുകയും ചെയ്യുകയുണ്ടായി. ഇതൊരു പക്ഷേ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ ഒരു സംഭവമാണ്. കേരളം രൂപീകൃതമായ 1956 മുതൽ 1-2 സർവകലാശാലകൾ ഒഴിച്ചുള്ള എല്ലാ സർവകലാശാലകളുടെയും ചാൻസലറായി പ്രവർത്തിക്കുന്നത് ചട്ടമനുസരിച്ച് ഗവർണറാണ്. അങ്ങനെ പ്രവർത്തിക്കുന്ന ഗവർണറെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റണം. കാരണം സർക്കാരിന് ഇഷ്ടപ്പെട്ട ആളുകളെ സർവകലാശാലകളുടെ ഭരണതലപ്പത്ത് കൊണ്ടുവരണം എന്നുള്ള ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ദുരുദ്ദേശത്തോടു കൂടിയാണ് സർക്കാർ ഈ ചാൻസലർ എന്ന പദവി നിർത്തണമെന്ന മട്ടിൽ പോലും ചില തീരുമാനങ്ങൾ എടുത്തത്. അഥവാ നിലനിർത്തുന്നെങ്കിൽ അത് ഗവർണറുടെ കയ്യിൽ നിന്ന് അത് മാറ്റണം എന്നുള്ള അഭിപ്രായത്തോടു കൂടിയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ പ്രശ്നങ്ങളുടെ തുടക്കം എന്നാണ് നമ്മൾ നാൾവഴികൾ പരിശോധിക്കുമ്പോൾ കാണുന്നത്. ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇപ്പോൾ കേരളത്തിലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 12ഓളം സർവകലാശാലകളിൽ വർഷങ്ങളായി വൈസ് ചാൻസലർമാരില്ല. നമുക്കറിയാം, സർവകലാശാല വൈസ് ചാൻസലർമാർ ഒപ്പിട്ട ഡിഗ്രി സർട്ടിഫിക്കറ്റുമായിട്ടാണ് നമ്മുടെ ലക്ഷക്കണക്കിന് കുട്ടികൾ
ഉപരി വിദ്യാഭ്യാസത്തിനും ജോലിയും അന്വേഷിച്ച് സമൂഹത്തിലേക്ക് ഇറങ്ങുന്നത്. തക്ക സമയത്ത് പരീക്ഷ നടത്തി മൂല്യനിർണയം നടത്തി കാലോചിതമായി സിലബസ് പരിഷ്കരിച്ച് കുട്ടികളെ ജോലിക്ക് പ്രാപ്തരാക്കി പുറത്തുവിടാൻ ഉത്തരവാദപ്പെട്ട സർവകലാശാലകൾ ഈ പറയുന്ന ഭരണസ്തംഭനത്തിലേക്ക് നീങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ ഇതിന്റെ ദുരന്തം അനുഭവിക്കുന്നത് ലക്ഷക്കണക്കിനുള്ള കേരളത്തിലെ നിഷ്കളങ്കരായിട്ടുള്ള വിദ്യാർത്ഥികളും അവരുടെ രക്ഷകർത്താക്കളുമാണ് എന്നുള്ള കാര്യം ഭരണകർത്താക്കൾ പലപ്പോഴും വിസ്മരിച്ചു പോകുന്നു എന്നുള്ളതാണ് അത്യന്തം ഖേദകരമായിട്ടുള്ള അവസ്ഥ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സംഭവിച്ചിരിക്കുന്നത് കേരളത്തിലെ രണ്ട് പ്രധാനപ്പെട്ട സർവകലാശാലകളായ ഡിജിറ്റൽ സർവകലാശാലയും സാങ്കേതിക സർവകലാശാലയും വൈസ് ചാൻസലർമാർ ഇല്ലാത്തതിന്റെ പേരിൽ കടുത്ത പ്രതിസന്ധിയിലായപ്പോൾ അവിടെ അടിയന്തരമായി വൈസ് ചാൻസലറെ നിയമിക്കണം എന്നുള്ള തീരുമാനവുമായി മുന്നോട്ട് വന്നപ്പോൾ അതിനകത്ത് ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉത്ഭവിച്ചു. യഥാർത്ഥത്തിൽ നിലവിലുള്ള സർവകലാശാല ചട്ടം അനുസരിച്ചും യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചും ഏതെങ്കിലും സർവകലാശാലയിൽ വൈസ് ചാൻസലറെ നിയമിക്കണമെന്നുണ്ടെങ്കിൽ അതിനായി പ്രത്യേകം 3 അംഗങ്ങളുള്ള ഒരു സെർച്ച് കമ്മിറ്റിയെ രൂപീകരിക്കണം. ആ സെർച്ച് കമ്മിറ്റിയിൽ അംഗങ്ങളായിരിക്കേണ്ടത് 1 ചാൻസലറുടെ പ്രതിനിധി, 2 UGCയുടെ പ്രതിനിധി, 3 ബന്ധപ്പെട്ട സർവകലാശാലയുടെ പ്രതിനിധി. ഈ 3 പേരടങ്ങുന്ന ഒരു സെർച്ച് കമ്മിറ്റിയാണ് യോഗ്യരായിട്ടുള്ള അക്കാദമിക വിദഗ്ധരെ വൈസ് ചാൻസലർമാരായി കണ്ടെത്തുകയും അത് ഉൾപ്പെട്ട ഒരു 3 പേരുടെയോ 5 പേരുടെയോ പാനൽ ചാൻസലർക്ക് സമർപ്പിക്കുകയും ചാൻസലർ അതിൽ ഏറ്റവും യോഗ്യരായിരിക്കുന്ന ആള് എന്ന രീതിയിൽ കണ്ടെത്തി വൈസ് ചാൻസലറായി നിയമിക്കുകയും ചെയ്യുക എന്നുള്ളത്. എന്നാൽ ഇവിടെ ഈ ചാൻസലറുടെ ഈ വൈസ് ചാൻസലർ നിയമനത്തിൽ നിന്ന് എങ്ങനെയും ഒഴിവാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ തുടർന്നും പിണറായി സർക്കാർ ശ്രമിച്ചപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാന് പകരമായി വന്ന രവീന്ദ്ര അർലേക്കർ എന്ന് പറയുന്ന പുതിയ ഗവർണർ, പുതിയ ചാൻസലറും ഏതാണ്ട് നേരത്തെയുള്ള ഗവർണറുടെ അതേ പാതയിലൂടെയാണ് സഞ്ചരിച്ചത്. അദ്ദേഹവും ഒരു കാരണവശാലും വൈസ് ചാൻസലർ നിയമനത്തിൽ സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകുന്നത് ശരിയല്ല, രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നത് ശരിയല്ല എന്ന അഭിപ്രായം ശക്തമായി ഉന്നയിച്ചപ്പോൾ പ്രതിസന്ധികളുടെ ആക്കം വർദ്ധിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ 2 സർവകലാശാലകളിൽ അടിയന്തരമായി വൈസ് ചാൻസലർമാരുടെ ആവശ്യമുണ്ട് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഈ ചാൻസലറുമായിട്ടുള്ള സംഘടനം പരിഹാരം കാണുന്നതിനായിട്ട് കേരള സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുകയാണ് ഉണ്ടായത്. ഇതും കേട്ടുകേൾവിയില്ലാത്ത ഒരു സംഗതിയാണ്. ഈ 2 സർവകലാശാലകൾക്കും നിയമസഭ പാസാക്കിയതായ ആക്ട് സർവകലാശാല നിയമങ്ങൾ പ്രാബല്യത്തിലുണ്ട്. ആ നിയമങ്ങൾ അനുസരിച്ചാണ് നേരത്തെ പറഞ്ഞതുപോലെ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കേണ്ടതും അത് പാനലായി രൂപപ്പെടുത്തിയതിനു ശേഷം ചാൻസലർ ആ പാനലിൽ നിന്ന് ഏറ്റവും യോഗ്യരായ ആളുകളെ നിയമിക്കേണ്ടതും. എന്നാൽ കേരളം ഉൾപ്പെടെയുള്ള സർവകലാശാലകളിൽ സർവകലാശാലകളുടെ പ്രതിനിധികളെ ബോധപൂർവം തെരഞ്ഞെടുത്ത് അയക്കാതെ ഈ നിയമന പ്രക്രിയയെ ആകെ കൂടെ തടസ്സപ്പെടുത്തുന്ന ഒരു സമീപനമാണ് സർക്കാർ സ്വീകരിച്ചത്. സർവകലാശാലകളുടെ സമിതിയായ സെനറ്റ്, സിൻഡിക്കേറ്റ് തുടങ്ങിയ സമിതികളാണ് പ്രതിനിധിയെ തെരഞ്ഞെടുത്ത് അയക്കേണ്ടത്. അതിൽ ബഹുഭൂരിപക്ഷവും ഭരിക്കുന്ന സർക്കാരിനോട് ആഭിമുഖ്യമുള്ള ഇടതുപക്ഷ സംഘടനകളുടെ ഒക്കെ പ്രതിനിധികളാണ്. അപ്പോൾ സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം എന്ന് തന്നെ പറയട്ടെ, ഈ സർവകലാശാല സമിതികളൊന്നും സർവകലാശാലയുടെ പ്രതിനിധിയെ ഈ സെർച്ച് കമ്മിറ്റിയിലേക്ക് നിയോഗിക്കാത്തത് കൊണ്ട് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാനായി സാധിച്ചില്ല. അപ്പോൾ UGCയുടെ മാർഗനിർദ്ദേശം അവിടെ ലംഘിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആ പ്രതിസന്ധിയിൽ നിന്ന് കരകയറുന്നതിന് വേണ്ടിയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിച്ചത്. സുപ്രീം കോടതി മുൻപൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധം കേരളത്തിന്റെ ചരിത്രത്തിലെന്നല്ല മറ്റ് ഒരു സർവകലാശാലയുടെയും ചരിത്രത്തിൽ നാളിതുവരെ ഉണ്ടാകാത്ത വിധം ഒരു റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജിയുടെ അധ്യക്ഷതയിൽ 3-4 പ്രശസ്തരായിട്ടുള്ള അക്കാദമി വിദഗ്ധരെ
ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്ന് കണ്ടെത്തി അങ്ങനെ ഒരു സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച് അവരോട് യോഗ്യരായ ആളുകളെ വൈസ് ചാൻസലർ സ്ഥാനത്തേക്ക് കണ്ടെത്താനായി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. സംഗതികളൊക്കെ ലഘൂകരിക്കപ്പെടും എന്ന് കരുതിയെങ്കിൽ പോലും കാര്യങ്ങൾ ഇപ്പോൾ കൂടുതൽ സങ്കീർണമായി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഏടാകൂടത്തിൽ തന്നെയാണ് സർക്കാർ പെട്ടിരിക്കുന്നത്. കാരണം ഈ സുധാംശു ധൂലിയ എന്ന് പറയുന്ന ബഹുമാന്യനായ റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജിയും അദ്ദേഹത്തോടൊപ്പം അക്കാദമി വിദഗ്ധന്മാരും ചേർന്നതായിട്ടുള്ള ഈ സെർച്ച് കമ്മിറ്റി, അവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, അതിനകത്ത് UGCയുടെ പ്രതിനിധിയില്ല, സർക്കാരിൻ്റെതെന്ന് പറയാനുള്ള പ്രതിനിധിയില്ല, സർവകലാശാലയുടെ പ്രതിനിധിയില്ല. അങ്ങനെ വരുമ്പോൾ UGCയുടെ മാർഗനിർദ്ദേശങ്ങൾക്ക് യോജിക്കാത്ത രീതിയിലുള്ള ഒരു സെർച്ച് കമ്മിറ്റിയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നിയോഗിച്ചത്. അങ്ങനെയുള്ള ഒരു കമ്മിറ്റി കഴിഞ്ഞ മാസം നിരന്തരമായി പരസ്യം ചെയ്ത് അപേക്ഷകരെ ക്ഷണിക്കുകയും അവരെയൊക്കെ അവരുടെ യോഗ്യതകൾ പരിശോധിച്ച് അവരെ നേരിട്ട് അഭിമുഖം നടത്തി 2 സർവകലാശാലകൾക്ക് വീതമായി 5 പേരടങ്ങുന്നതായിട്ടുള്ള ഒരു പാനൽ തയ്യാറാക്കി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നിർദ്ദേശിച്ചതനുസരിച്ച് ഗവൺമെന്റിനെ ഏൽപ്പിച്ചു. സുപ്രീം കോടതി നിർദ്ദേശം കൊടുത്തപ്പോൾ പറഞ്ഞ ഒരു പ്രധാന കാര്യം, ഈ പറയുന്ന സെർച്ച് കമ്മിറ്റി കണ്ടെത്തിയ ആളുകളുടെ യോഗ്യരായിട്ടുള്ളവരുടെ പട്ടിക സംസ്ഥാന മുഖ്യമന്ത്രിയെ ഏൽപ്പിക്കണം. മുഖ്യമന്ത്രി അതിൽ നിന്ന് യോഗ്യരായിട്ടുള്ള ആളുകളെ കണ്ടെത്തി അവരെ നിയമിക്കണം എന്ന് ബഹുമാനപ്പെട്ട ചാൻസലറോട് നിർദ്ദേശിക്കണം. ഇതാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തിലെ അല്ലെങ്കിൽ നിർദ്ദേശത്തിന്റെ കാതലായ ഭാഗം. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ സുധാംശു ധൂലിയ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജിയുടെ അധ്യക്ഷതയിൽ അവർ കണ്ടെത്തിയതായിട്ടുള്ള പേരുകൾ അടങ്ങിയ 5 പേരുകൾ വീതമുള്ള 2 സർവകലാശാലയിലേക്കുള്ള യോഗ്യരായ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതിനുള്ള പട്ടിക ബഹുമാനപ്പെട്ട പിണറായി വിജയനെ ഏൽപ്പിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെതായ യുക്തിയും ഒരുപക്ഷെ പാർട്ടിയുടേതുമായി ആലോചിച്ചായിരിക്കാം, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമായി അഭിപ്രായം കേട്ടതിന് ശേഷമായിരിക്കാം അദ്ദേഹം ഒരു മുൻഗണനാക്രമം നിശ്ചയിച്ചുകൊണ്ട് 2 സർവകലാശാലയിലേക്കും ഒന്നാമതായി നിയമിക്കേണ്ട ആളുകളുടെ പട്ടിക ബഹുമാനപ്പെട്ട ചാൻസലർക്ക് കൊടുത്തു. അപ്പോൾ ബഹുമാനപ്പെട്ട ചാൻസലർ, ഗവർണറായിരിക്കുന്ന ചാൻസലർ ആ പട്ടിക പരിശോധിച്ചപ്പോൾ ആ പട്ടികയിൽ ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചുള്ള വിശദമായ ഗവർണർ ചാൻസലർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വിശദാംശങ്ങളൊന്നുമില്ല. അവരുടെ യോഗ്യതകൾ, അവരുടെ പരീക്ഷാ യോഗ്യത, അനുഭവ സമ്പത്ത്, പരിചയം, അവരുടെ പ്രസിദ്ധീകരണങ്ങൾ തുടങ്ങിയതായ വിവിധമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും വിശദമായി പറയാതെ ഈ മുൻഗണനാക്രമം മാത്രം നിശ്ചയിച്ചുകൊണ്ടാണ് ഈ മുഖ്യമന്ത്രി ഈ പാനൽ ഈ ചാൻസലർക്ക് സമർപ്പിച്ചത്. അപ്പോൾ ചാൻസലർ തിരിച്ചാവശ്യപ്പെട്ടു, നിങ്ങൾ ഇതിന്റെ മുൻഗണനാക്രമം നിശ്ചയിച്ചതിന്റെ അടിസ്ഥാനം ചാൻസലറെ അറിയിക്കണം, അതിനാവശ്യമായിട്ടുള്ള രേഖകൾ സമർപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഗവൺമെന്റ് അതിനോട് സഹായകരമായ ഒരു സമീപനം അല്ല സ്വീകരിച്ചത്. അപ്പോൾ ഈ നിയമനം തടയപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ അവസ്ഥ. അപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇങ്ങനെ തടയപ്പെട്ടതായിട്ടുള്ള ഒരു അവസ്ഥ നിൽക്കുമ്പോൾ ഇതിൽ നിന്ന് എങ്ങനെയും മോചനം നേടണം എന്നത് കണക്കിലെടുത്തുകൊണ്ട് ഇത് സംബന്ധിച്ചുള്ള തർക്കത്തിൽ UGCയും കക്ഷി ചേരുകയുണ്ടായി. UGC സ്വാഭാവികമായി കക്ഷി ചേർന്നത് അവർ നിലവിലിരിക്കുന്ന ചട്ടത്തിന്റെ അടിസ്ഥാനത്തിലാണ്. കാരണം അവരുടെ പ്രതിനിധി ഇല്ലാത്തതായിട്ടുള്ള ഒരു സെർച്ച് കമ്മിറ്റി സാങ്കേതികമായും നിയമപരമായും നിയമസാധുതയുള്ളതല്ല എന്നതാണ് UGCയുടെ വാദം. ഇപ്പോൾ ഈ വിഷയത്തിൽ പരിഹാരം തേടി വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ ഇന്നലെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ്, അടിയന്തരമായി ഈ 2 സർവകലാശാലകളിൽ വൈസ് ചാൻസലർ നിയമനം നടത്തണം. അത് നടത്താൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നേരിട്ട് ഇടപെട്ട് ഇതിൽ നിയമനം നടത്താൻ നടപടികൾ സ്വീകരിക്കും എന്നുള്ളതാണ്.
ഇത് ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ, ഒരുപക്ഷെ ഇന്ത്യയിലെ ഒരു സർവകലാശാലയിലും ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായതായി കേട്ടുകേൾവി പോലുമില്ല. അപ്പോൾ ഇനിയും ഇത് സങ്കീർണമാകാൻ പോവുകയാണ്. UGCയുടെ എതിർപ്പ് ഒരു ഭാഗത്ത്, കേരളത്തിന്റെ ചാൻസലർ ഈ നിർദ്ദേശിക്കപ്പെട്ട പേരുകൾ സ്വീകരിക്കാത്തതിന്റെ ഫലമായി ഉണ്ടായ പ്രതിസന്ധി മറ്റൊരു ഭാഗത്ത്, കേരള സർക്കാരുമായിട്ടുള്ള അഭിപ്രായ സംഘടന മറ്റൊരു ഭാഗത്ത്, അങ്ങനെ ആകെ കൂടെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്നു ഇന്നും കേരളത്തിലെ 2 സർവകലാശാല വൈസ് ചാൻസലർമാരുടെ നിയമനം. ഇതോടൊപ്പം നമ്മൾ കാണുന്ന ബാക്കിയുള്ള 10 ഒഴിഞ്ഞു കിടക്കുന്ന സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തെ സംബന്ധിച്ച് യാതൊരു നടപടിയും ആയി മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. അവിടെ ഇതുപോലെയുള്ള ഒരു സെർച്ച് കമ്മിറ്റിയെ സുപ്രീം കോടതി പോലും നിയോഗിച്ചിട്ടില്ല. എല്ലാ സർവകലാശാലകൾക്കും അവരുടെ നിയമം അനുസരിച്ച് UGCയുടെ പ്രതിനിധിയുള്ള സെർച്ച് കമ്മിറ്റിയും അതായത് സർവകലാശാലകളുടെ പ്രതിനിധിയും ചാൻസലറുടെ പ്രതിനിധിയും ഉൾപ്പെടെയുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച് മാത്രമേ വൈസ് ചാൻസലർമാരെ പട്ടിക തയ്യാറാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സർവകലാശാലകളിലൊക്കെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധികൾക്ക് ഭൂരിപക്ഷമുള്ളത് കൊണ്ട് അവർ സർക്കാരിന്റെ ഇംഗിതമനുസരിച്ച് അവരുടെ പ്രതിനിധികളെ അയക്കാതിരിക്കുകയാണ്. പ്രതിനിധികളെ അയക്കാതിരിക്കുന്നിടത്തോളം സാങ്കേതികമായി സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ കഴിയുന്നില്ല. സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ കഴിയാത്തത് കൊണ്ട് വൈസ് ചാൻസലർമാരെ നിയമിക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ വീണ്ടും അതീവ ഗുരുതരമായിട്ടുള്ള ഒരു പ്രതിസന്ധിയാണ് കേരളത്തിലെ സർവകലാശാലകളുടെ ഭരണരംഗത്തുണ്ടായിരിക്കുന്നത്. ഇപ്പോൾ അടിയന്തരമായി ഇനിയും സുപ്രീം കോടതി ഇടപെട്ട് ഈ 2 സർവകലാശാലകളുടെ നിയമനത്തിൽ എന്താണ് നടപടി സ്വീകരിക്കാൻ പോകുന്നത് എന്നുള്ളത് വളരെ ആകാംക്ഷയോടുകൂടെ, ജിജ്ഞാസയോടുകൂടെ കേരളത്തിലെ പൊതുസമൂഹവും വിദ്യാഭ്യാസ വിദഗ്ധരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും അധ്യാപകരും എന്തിനു പറയട്ടെ സർക്കാരും കാത്തിരിക്കുകയാണ്. 2-3 ദിവസങ്ങൾക്കകം ഇത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനം ഉണ്ടാകും എന്നാണ് എൻ്റെ വിചാരം. ഇതിനകത്ത് UGCയുടേതായ തർക്കം എങ്ങനെയാണ് സുപ്രീം കോടതി കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്നും കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. UGCയുടെ നിലവിലുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ പ്രാതിനിധ്യം ഇല്ലാത്തതായിട്ടുള്ള ഒരു സെർച്ച് കമ്മിറ്റി നിയമപരമായി നിലനിൽക്കുന്നതല്ല എന്ന ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ അധികാര വടംവലിയുടെ തിക്താനുഭവങ്ങൾ അനുഭവിക്കുന്നത് നിഷ്കളങ്കരായിട്ടുള്ള ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളുമാണ്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അതികഠിനമായ ഭരണ സ്തംഭനമുണ്ടായിരിക്കുന്നു. സർവകലാശാലയ്ക്ക് ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിയാതെ വന്നിരിക്കുന്നു. കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക സഹായം കേന്ദ്ര ഗവൺമെന്റിൽ നിന്നുള്ളത് നഷ്ടപ്പെട്ടു കൊണ്ടുപോകുന്നു. അതുകൊണ്ട് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഓരോ ദിവസം കഴിയും തോറും പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും സങ്കീർണതകൾ വർദ്ധിക്കുകയും ചെയ്യുകയാണ്. ഇതിലെങ്ങനെയാണ് പരിഹാരം ഉണ്ടാകാൻ പോകുന്നത് എന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. ഈ അനിശ്ചിതാവസ്ഥയ്ക്ക് ഒട്ടും വൈകാതെ തന്നെ പരിഹാരം ഉണ്ടായേ മതിയാവുകയുള്ളൂ. ഇനി ഇപ്പോഴത്തെ സർക്കാരിന് കഷ്ടിച്ച് 6 മാസങ്ങൾ മാത്രമേ അധികാരത്തിൽ തുടരാൻ കഴിയുകയുള്ളൂ. 3-4 മാസം കഴിയുമ്പോൾ പുതിയ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കേളികൊട്ട് ആരംഭിക്കും. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ജനങ്ങളുടെ ശ്രദ്ധ, ഭരണാധികാരികളുടെ ശ്രദ്ധ പോയി അവർ ഭരണം തുടർന്ന് കിട്ടുന്നതിനും പ്രതിപക്ഷത്തുള്ളവർ ഭരണത്തിൽ വരുന്നതിനുമായിട്ടുള്ള പോരാട്ടം തുടരും. അപ്പോഴും അവഗണിക്കപ്പെടുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാവപ്പെട്ട വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും ആണ് എന്നുള്ളതാണ് ഇതിനകത്തെ ഏറ്റവും ദുഃഖകരമായിട്ടുള്ള അവസ്ഥ. ഇതിനടിയന്തരമായ പരിഹാരം ഉണ്ടാകുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്.